കോതമംഗലം ലവ് ജിഹാദ് സംഭവത്തെ അപലപിച്ച് കേരള സ്റ്റോറി സംവിധായകൻ സുദീപ് തോസൻ കേരള സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്നും സിനിമയിലൂടെ ഇത് പറഞ്ഞപ്പോൾ പ്രൊപ്പഗൻഡ എന്നും തന്നെ വിമർശിച്ചു. പ്രണയത്തിന്റെ പേരിൽ പെൺകുട്ടികൾ മതം മാറണം എന്ന് നിർബന്ധിക്കുന്നു. വിദ്യാസമ്പന്നരായ സമൂഹം എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്യുന്നില്ലെന്നും സത്യം മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും സുദീപ് തോസൻ ജനം ടിവിയോട് പറഞ്ഞു. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, അന്ന് കേരള സ്റ്റോറി പൊതുസമൂഹത്തിന് മുൻപാകെ വന്നപ്പോൾ ഒരുപക്ഷെ കേരള സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്തിനെയാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അങ്ങനെയല്ല, കേരള സ്റ്റോറി ശരിയല്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നതിനായിരുന്നു നാവേറെയും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ ചലിപ്പിച്ചത്. പക്ഷേ കൺമുന്നിൽ ഇത്തരത്തിൽ ഈ ലവ് ജിഹാദുകൾ നടക്കുമ്പോൾ, ലവ് ജിഹാദിൻ്റെ പേരിൽ പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പോലും നമ്മുടെ പൊതുസമൂഹവും രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകരും ഒന്നും തയ്യാറാകുന്നില്ല. അതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. ആരുടെ അടിമകളാണ് ഇവർ, അല്ലെങ്കിൽ ആരുടെ അടിമകളായി ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ചോദ്യം. രോഹിണി, ഇതിനെ ലവ് ജിഹാദ് എന്നതിനപ്പുറം കൺവേർഷൻ ജിഹാദ് എന്ന് വിളിക്കുന്നതായിരിക്കും ശരി. കാരണം ഇവന്മാർക്കൊന്നും തന്നെ ഈ വിഷയത്തിൽ ലവ് എന്ന് പറയുന്നൊരു സംഭവമേ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മതം മാറാത്തതിൻ്റെ പേരിൽ കെട്ടിയിട്ട് അടിക്കുക, ക്രൂരമായി പീഡിപ്പിക്കുക, ഒടുവിൽ ആത്മഹത്യയ്ക്ക് തള്ളിവിടുക, ഈ 3 സംഭവങ്ങൾ ഉണ്ടാകില്ല. അതിനാൽ തന്നെ ഇതിനെ ലവ് ജിഹാദ് എന്നതിനപ്പുറം കൺവേർഷൻ ജിഹാദ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. മതം മാറ്റുക, എണ്ണം കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നുള്ളത് എന്ന് വ്യക്തമാണ്. നേരത്തെ അത് ഈ വിഷയത്തിൽ ഈ കേരള സ്റ്റോറിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരള സ്റ്റോറിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നിന്നാണ് ഈ സിനിമാ സംവിധായകനെയും അതോടൊപ്പം അതിൻ്റെ അണിയറ പ്രവർത്തകരെയും കടന്നാക്രമിച്ചത്. കേരളത്തിൻ്റെ പ്രതിച്ഛായ ഇന്ത്യക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്തുന്നു, മോശമാക്കുന്നു എന്നാണ് ഈ 2 വ്യക്തികളും പറഞ്ഞത്. അതിൻ്റെ ചുവട് പിടിച്ച് ബാക്കി എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഈ വി.ഡി. സതീശൻ്റെ വീട്ടിൽ നിന്നും അധികം ദൂരമില്ല ഈ കോതമംഗലത്തേക്ക്. അപ്പോൾ ഈ ഘട്ടത്തിൽ വി.ഡി. സതീശനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അന്ന് കേരള സ്റ്റോറി സംവിധായകരെ ആക്ഷേപിച്ച, ആക്ഷേപം പറഞ്ഞ ആളുകൾ ഈ ഘട്ടത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ആ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ പോലും ആ സംവിധായകനെ കടന്നാക്രമിക്കാൻ ഇവർ സമയം കണ്ടെത്തി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്താണോ കേരള സ്റ്റോറിയിൽ സുദീപ് തോസനും അംബിക ജെ.കെയും ഒക്കെ പറഞ്ഞു വെച്ചത്, അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവരേതാണ്ട് 10 വർഷത്തോളമായി ഇതിൻ്റെ റിസർച്ചൊക്കെ നടത്തിയാണ് ഈ സിനിമ എടുത്തത്. അപ്പോൾ ആ 10 വർഷം മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അത് ഇനിയും കേരളത്തിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ CBCIയുടെ മൗനമാണ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നലെ നമ്മൾ അവരെ കാണാൻ പോയി. ഇവിടെ ഡൽഹിയിൽ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് അവരുടെ ഓഫീസ്. നമ്മൾ അവരെ കാണാൻ ചെന്നു. വിഷയം ഇതാണെന്ന് അവരോട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും CBCI തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവരാരെയാണ് ഭയക്കുന്നത്, പേടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ CBCIയുടെ അവിടെ ഉണ്ടായിരുന്ന മീഡിയയുടെ ചുമതലയുള്ള വ്യക്തി ബിജു, അദ്ദേഹത്തെയാണ് ഞങ്ങൾ കണ്ടത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിക്കാനേ തയ്യാറാകുന്നില്ല. അദ്ദേഹം വലിയ തിരക്കുള്ളയാളായി നടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്കും ആരെയൊക്കെയോ ഭയമുണ്ട്, അവരും ആരെയൊക്കെയോ ഭയക്കുന്നു എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത് ജയിലിലിട്ടപ്പോൾ ഇവിടെ നിന്നും CBCIയുടെ ആസ്ഥാനത്ത് രാവിലെ തുടങ്ങും പത്രസമ്മേളനം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്ന രീതിയിൽ ഗുളിക കഴിക്കുന്നത് പോലെയാണ് വാർത്താ സമ്മേളനം അരങ്ങേറിയത്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായി. പൊന്നാനിയിൽ മതം മാറാൻ പോകണമെന്ന് അവളോട് ശഠിച്ചിട്ട് അവൾ കഴിയില്ല എന്ന് മുഖം നോക്കി പറഞ്ഞതിൻ്റെ പേരിൽ കെട്ടിയിട്ട് മർദ്ദനമേറ്റുവാങ്ങി ഒടുവിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൂർണ്ണ മൗനത്തിലാണ് CBCI. നാവുണ്ടോ എന്നറിയില്ല അവിടെ ഉള്ള ആളുകൾക്ക്. കാരണം നമ്മൾ ചെന്നിട്ട് പോലും പ്രതികരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇരട്ടത്താപ്പ് അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു രൂപം തന്നെയാണ് ഞങ്ങൾ ഇന്നലെ CBCIയിൽ കണ്ടത്. ഒരുപക്ഷെ അവരുടെ പ്രതികരണം വരും എന്ന് തന്നെ കരുതുകയും ചെയ്യാം.